കോഴിക്കോട് ജില്ലയിൽ നൂറുകണക്കിന് ഏക്കർ നെൽപ്പാടം തരിച്ചിട്ട് നശിക്കുന്നു. സംസ്ഥാന സർക്കാർ കൃഷിക്ക് സബ്സിഡി നൽകുന്നുണ്ടെങ്കിലും ജലസേചനത്തിന് കൃത്യമായ സംവിധാനമില്ലാത്തതാണ് കൃഷി ചെയ്യാൻ കഴിയാത്തതിന് പ്രധാന കാരണം. സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാവരും പാടത്തേക്ക് പദ്ധതിക്ക് തുടർച്ചയില്ലാത്തതും പ്രതിസന്ധിക്ക് കാരണമായതായി കർഷകർ പറയുന്നു. ഒരു കാലത്ത് കോഴിക്കോട് ജില്ലയുടെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്ന ആവളപ്പാണ്ടിയുടെ ഇന്നത്തെ അവസ്ഥ ദയനീയമാണ്. ഏക്കർ വരുന്ന നെൽപ്പാടത്ത് ഇത്തവണ കൃഷിയിറക്കിയത് 150 ഏക്കറിൽ മാത്രം. 3 പതിറ്റാണ്ടോളമായി ഭൂരിഭാഗം പ്രദേശവും തരിശായി കിടക്കുകയാണെങ്കിലും 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത എല്ലാവരും പാടത്തേക്ക് പദ്ധതിയുടെ ഭാഗമായി ആവളപ്പാണ്ടിയുടെ വലിയൊരു ഭാഗത്ത് കൃഷിയിറക്കിയിരുന്നു. ആ വർഷം മികച്ച വിളവും കിട്ടി. എന്നാൽ പിന്നീട് തുടർച്ച ഉണ്ടായില്ല. കോഴിക്കോട് ജില്ലയുടെ നെല്ലറ എന്ന് അറിയപ്പെടുന്ന ആവളപ്പാണ്ടി ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഏകദേശം 100% എന്ന് തന്നെ പറയാം കൃഷിയിറക്കിയ ഒരു പാടശേഖരമായിരുന്നു. പക്ഷേ ഇപ്പോഴതിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം ഒരു നാമാത്രമായ കർഷകർ മാത്രമേ അവളപ്പാണ്ടിയിൽ കൃഷി ഇറക്കുന്നുള്ളൂ. ഏകദേശം ഒരു 150 ഏക്കർ വിസ്തൃതിയിൽ മാത്രമേ ഇപ്പോൾ കൃഷി ചെയ്യുന്നുള്ളൂ. അതിൽ 6 പാടശേഖരമുള്ളതിൽ 3 പാടശേഖരം മാത്രമാണ് ഇന്ന് കൃഷി ഇറക്കാനുള്ളത്. ജലസേചന സൗകര്യം കൃത്യമല്ലാത്തതാണ് ആവളയിലെ പ്രധാന പ്രശ്നം. കനാലിലെ ചോർച്ചയും ഇടത്തോടുകളിൽ പായൽ നിറയുന്നതും കാരണം ചിലയിടങ്ങളിൽ ആവശ്യത്തിന് വെള്ളം കിട്ടാത്തപ്പോൾ ഇടത്തോട് തകർന്ന് ചിലയിടങ്ങളിൽ വലിയ വെള്ളക്കെട്ടുണ്ടാകുന്നു. ചല്ലി നീക്കം ചെയ്ത് വെള്ളം ഒഴുകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ അത് വലിയ ഒരു ഉപകാരമായിരിക്കും. നെല്ല് കതിരായതിനു ശേഷം വെള്ളം ആയാൽ അത് മെഷീൻ കൊണ്ട് കൊയ്തെടുക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കൊയ്ത്തിൻ്റെ സമയത്ത് ഈ പാടശേഖരം നമുക്ക് ആറിക്കിട്ടണം. തോട് സംരക്ഷിക്കുന്നതിന് 11 വർഷം മുൻപ് ജില്ലാ പഞ്ചായത്ത് 4.56 കോടി രൂപ ചെലവിൽ പദ്ധതി നടപ്പാക്കിയിരുന്നെങ്കിലും വിവിധ കാരണങ്ങളാൽ തുടർച്ചയുണ്ടായില്ല. 2016-17 കാലത്ത് തരിശുനിലത്ത് കൃഷിയിറക്കാൻ സർക്കാർ നല്ല തുക നൽകിയിരുന്നെങ്കിലും പിന്നീട് ധനസഹായം കുറഞ്ഞു വന്നു. ആവളപ്പാണ്ടി മുഴുവൻ കൃഷിയോഗ്യമാക്കാൻ സർക്കാർ പ്രത്യേക പാക്കേജ് തയ്യാറാക്കി അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം. റിപ്പോർട്ടർ, കോഴിക്കോട്. സാനിയോ മനോമി കോഴിക്കോട്ട് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. വെരി ഗുഡ് മോർണിംഗ് സാനിയോ മനോമി, വെൽക്കം ടു എഡിറ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഷോ. എനിക്ക് വളരെ കൗതുകരമായിട്ടുള്ളൊരു പേരാട്ടോ, സാനിയോ മനോമി. സുപ്രഭാതം 4 പേർക്കും. സാനിയോ തന്നെ ഒരു കൗതുകരമായ സാനിയോ കൗതുകരമാണ്. എൻ്റെ കൂടെ ഒരു സാനിയോ മനോമി എന്നുള്ളത്. സാനിയോ CS ആണ്, സാനിയോ മനോമി എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ സാനിയോ? ആ പേര് സാനിയോ ഓക്കെ. പക്ഷെ സാനിയോ പേരിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അർത്ഥമുള്ള പേരാണോ? സാഹിത്യപരമായ എന്ന പേരായിരുന്നു എനിക്ക് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മനോമി മാധവിക്കുട്ടിയുടെ ഒരു കഥാപാത്രമാണെന്നും മാധവിക്കുട്ടി മോശം എഴുത്തുകാരിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഡോക്ടറാണ് അച്ഛനെ നിർബന്ധിച്ച് ഈ പേര് മാറ്റണം എന്ന് പറയുന്നത്. ആ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേരാണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ പേരിന്റെ ഒപ്പം സാനിയോ മനോമി എന്ന് ചേർത്ത്. മാധവിക്കുട്ടി മോശം കഥാകാരിയാണെന്ന് പറഞ്ഞ ആളെ എനിക്കൊന്ന് കാണണല്ലോ അയാളെ. വഴിതെറ്റിക്കുന്ന കഥാകാരി എന്നൊക്കെ പറഞ്ഞ ഒരു അയാൾ എന്റെ ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരുന്നപ്പോ ഒരു 40 വർഷം ആ സമയത്താണ് എനിക്ക് ആ പേര് ഭയങ്കര ഇഷ്ടമായിരുന്നു മാധവിക്കുട്ടീനെ. ഡോക്ടർ സമ്മതിച്ചില്ല. സാനിയ ഉണ്ണിസാർ അതിന്റെ ഇടയിൽ ഒരു തഗ്ഗടിച്ചു. ഇല്ല, കേട്ടില്ല. ഇതൊരു 40 വർഷം മുമ്പ് അല്ലേ? എന്താ ഈ പറഞ്ഞ പേര് സംഭവങ്ങളൊക്കെ നടക്കുന്ന 40 വർഷം. അതെ ശരിയേ ശരിയേ. പക്ഷെ ഈ മാധവക്കുട്ടിയെ കുറിച്ച് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു കേരളത്തിലല്ലേ? ആളുകളെ വഴിതെറ്റിക്കുക പറഞ്ഞു. എന്നാ പക്ഷെ ഇന്നിപ്പോ കേരളത്തിലെ എല്ലാ എഴുത്തുകാരും അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു എഴുത്തുകാരിയായിട്ട്, വലിയൊരു ടവറിംഗ് ആയിട്ടുള്ള എഴുത്തുകാരിയായിട്ട് മാറി. അതാണ് വീക്ഷണത്തിൽ വരുന്നൊരു വ്യത്യാസം. എന്റെ സൗഭാഗ്യങ്ങളിൽ ഒന്നുണ്ണി, ഞാൻ ഇന്ത്യാവിഷൻ കാലഘട്ടത്തിൽ നമ്മുടെ A സഹദേവൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു കൺസൾട്ടിങ് എഡിറ്റർ ഉണ്ടായിരുന്നു. മരിച്ചുപോയി. സഹദേവേട്ടൻ്റെ ഒരു ഉറ്റ സുഹൃത്തായിരുന്നു മാധവക്കുട്ടി. പിന്നെ മാധവക്കുട്ടിയുടെ അടുത്ത് സഹദേവേട്ടൻ പോകുമ്പോൾ ഞാനും കൂടെ പോകും. ഇത്രയും നല്ല നമുക്ക് ഒരാളോട് ഇത്രയും സൗഹാർദ്ദത്തോടു കൂടിയും ഇത്രയും സ്നേഹത്തോടെയും കൂടി പെരുമാറുന്ന കഴിയുന്ന വേറൊരു ഓഡിയൻസ് ഇല്ല. മാധവക്കുട്ടിയുമായിട്ട് നിരന്തരമായി മാധവക്കുട്ടി, ഞാൻ വേറൊരു സൗഭാഗ്യം കൂടി പറയാം. മാധവക്കുട്ടി പൂനെയിൽ പോയതിന് ശേഷം, അവസാന കാലത്ത് പൂനെയിൽ പോയല്ലോ, അപ്പോൾ അവർ കലാകൗമുദിയിൽ ഒരു കോൾ എഴുതി. അവർ അവസാനത്തെ ആ പാരഗ്രാഫ് ഇങ്ങനെയാണ് അവസാനിക്കുന്നത്: ഞാനിപ്പോൾ കേരളത്തിലെ വാർത്തകൾ അറിയുന്നത് മാതൃഭൂമിയിലൂടെയും നികേഷിലൂടെയും ഇതാണെന്നാണ്. എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡുകളിലൊന്നും എന്ന് വെച്ചാൽ അവർക്ക് എന്നോട് നമ്മളോട് വലിയ സ്നേഹം കാണിക്കുമല്ലോ നമ്മൾ പോകുമ്പോൾ. അത് പിന്നീട് ആ സ്നേഹം കാണിക്കാൻ വേണ്ടി അവർ അങ്ങനെ ഒരു വരി എഴുതി. ആ കലാകൗമുദി എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഞാൻ പോട്ടെ സാരിയോ, നമുക്ക് പാടത്തേക്ക് പോവാം. പാടത്തേക്ക് നല്ല ദൃശ്യങ്ങളായിരുന്നു പാടത്ത്.
എല്ലാവരും പദ്ധതിക്ക് എന്ത് പാടത്തേക്ക് പറ്റി? അല്ലേ? എല്ലാവരും എല്ലാവരും പാടത്തേക്ക്. പദ്ധതിക്ക് എന്ത് പറ്റി സാനിയോ? പാടത്തേക്ക് ഇറങ്ങിയില്ലേ? 2016 എല്ലാവരും പാടത്തേക്ക് എന്ന് പറയുന്ന പദ്ധതി വന്നത്. ആ വർഷം തന്നെ ആവളപ്പാണ്ടിയിൽ കൃഷി ചെയ്തപ്പോൾ നല്ല വിളവ് ലഭിക്കുകയും എല്ലാം ഉണ്ടായിരുന്നു. കർഷകരൊക്കെ നല്ല ആത്മവിശ്വാസത്തിലുമായിരുന്നു. പക്ഷെ പിന്നീട് ആ പദ്ധതിക്ക് തുടർച്ചയുണ്ടായില്ല. മാത്രവുമല്ല, ആവളപ്പാണ്ടിയിൽ ജലസേചന സൗകര്യം വളരെ പരിമിതമാണ് എന്നൊരു പ്രശ്നവുമുണ്ട്. അവിടെ ഒരു തോട് നിർമ്മാണത്തിന് വേണ്ടി 2016 ഒരു നല്ല തുക ചെലവിട്ടുകൊണ്ട് തോട് നിർമ്മാണമൊക്കെ തുടങ്ങിയെങ്കിലും അത് പാതി വഴിയിൽ വെച്ച് അവസാനിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഈ ആവളപ്പാണ്ടിയിലെ തോടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അവിടുത്തെ ഒരു വിഷ്വൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഭയങ്കരമായി വൈറലായ ഒരു വിഷ്വൽ ഉണ്ടായിരുന്നു. അതായത് പാണ്ടിയിൽ ചല്ലി നിറഞ്ഞ ആ ചല്ലികളിൽ ഒരു റോസ് പൂവുണ്ടാകുന്ന ദൃശ്യമായിരുന്നു അത്. ആ ചല്ലി കൊണ്ട് പക്ഷേ കർഷകർക്ക് വലിയ ദുരനുഭവമാണ് ഉണ്ടായത്. ചല്ലി കൊണ്ട് വെള്ളം നീങ്ങാത്ത അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ആവശ്യത്തിന് പാടശേഖരത്തേക്ക് വെള്ളം എത്തിയില്ല. മാത്രവുമല്ല, തോട് പലയിടങ്ങളിലും പൊട്ടുമ്പോൾ പാടശേഖരത്ത് അനാവശ്യമായി വെള്ളം എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അങ്ങനെ ആവശ്യ സമയത്ത് വെള്ളം ഇല്ലാതിരിക്കുകയും ആവശ്യമില്ലാത്ത സമയത്ത് വെള്ളം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു ദുരനുഭവം കർഷകർക്കുണ്ടായിരുന്നു. ഇതൊക്കെ വെച്ചാണ് കർഷകർ ഇപ്പോൾ 1000-ഓളം വരുന്ന ഏക്കറിൽ വെറും 150 ഏക്കറിൽ മാത്രമേ കൃഷി ഇറക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ദയനീയമാണ് അവസ്ഥ. കോഴിക്കോട് ജില്ലയുടെ നെല്ലറ എന്നാണ് ആവളപ്പാണ്ടി അറിയപ്പെടുന്നത് നിലവിലും. ഏതായാലും കേരളത്തിൽ തന്നെ വലിയ തരത്തിലുള്ള ഇത്തരത്തിൽ ആയിരക്കണക്കിന് ഏക്കർ നെൽപ്പാടമുള്ളത് പിന്നെ തൃശ്ശൂരും ആലപ്പുഴയും ഒക്കെ ആയിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ഈ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഈ ആവളപ്പാണ്ടിയിൽ കൃഷി ഇറക്കാൻ സർക്കാർ സഹായിക്കണമെന്നാണ് കർഷകർക്ക് പറയാനുള്ളത്. സംവരണമൊക്കെ സബ്സിഡിയൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ സബ്സിഡി കൊണ്ട് മാത്രം പോരാ, മികച്ച ജലസേചന സൗകര്യം ഒരുക്കണമെന്നാണ് അവിടുത്തെ കർഷകർ പറയുന്നത്. സാനിയോ, ആ ആവളപ്പാണ്ടി എന്ന് പറയുന്ന സ്ഥലത്തെ ദൃശ്യങ്ങൾ തന്നെ വളരെ മനോഹരമാണ്. അത് വയലായി പാടങ്ങളായി തുടരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം. നമുക്ക് കൃഷി ഇറക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാം. ഏതായാലും നല്ല പക്ഷികളും ഭംഗിയുള്ള പാടാണ്. വളരെ നല്ല ഭംഗിയുള്ള പാടം. വളരെ അപൂർവമായത് മാത്രമേ ഇത്തരം പാടങ്ങൾ ഇപ്പോൾ കാണാം. രാവിലെ പാടം, ആനകൾ, പക്ഷികൾ, നല്ല കോമ്പിനേഷൻ ആയിരുന്നു. നല്ല കോമ്പിനേഷൻ ആയിരുന്നു. അതെ. അപ്പോൾ നമുക്കതിന് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഡയലോഗ് ഉണ്ടല്ലോ, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് വാവ്. വാവ്. അതെ. അപ്പോൾ നമുക്ക്